കുട്ടികളെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അടുത്ത വെള്ളിയാഴ്ചയാണ് സ്കൂൾ ആനിവേഴ്സറി. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഒരൈറ്റത്തിനെങ്കിലും പങ്കെടുത്തിരിക്കണം. ഐറ്റം ലിസ്റ്റ് ഞാൻ വായിക്കാം. പദ്യപാരായണം, ലളിതഗാനം, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സ്കിറ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ. താല്പര്യമുള്ളവർ പേര് തരേണ്ടതാണ്. ഈ പീരീഡ് എല്ലാവരും പ്ലാൻ ചെയ്യുക. ലഞ്ച് ബ്രേക്കിന് എന്നെ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. എടി, നമുക്ക് സ്കിറ്റ് ചെയ്താലോ? നമ്മൾ 4 പേര് വെച്ച് എങ്ങനെയാ സ്കിറ്റ്? നമുക്ക് മായയോടും വനജയോടും കൂടി ചോദിക്കാം. പാർവതി, നമുക്കിപ്പോ സ്കിറ്റ് നോക്കാം. കഥ റെഡി ആയിട്ട് അവരോട് പറയാം. ഓഹോ, നിങ്ങൾ സ്കിറ്റ് നോക്കുവാണല്ലേ? അപ്പോ ശരിയാക്കി തരാം. എടി പ്രിയേ, എന്താടി, നമുക്ക് സ്കിറ്റ് ചെയ്താലോ? ഓക്കെ, ആരൊക്കെയുണ്ട്? നമുക്ക് മായയും വനജയും മിനിയെയും കൂടെ വിളിക്കാം. അപ്പൊ 5 പേരായില്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ കഥ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഗൈസ്, നമുക്ക് കുറച്ചും കൂടി അറിവ് പകരുന്ന പോലത്തെ എന്തെങ്കിലും ചെയ്യാം. ഉദാഹരണത്തിന് നീലാംസ്ട്രോങ് ചന്ദ്രനിൽ പോകുന്നത് പോലത്തെ എന്തെങ്കിലും. എടി, അതൊക്കെ എങ്ങനെ ചെയ്യാനാ? അതെ, നമുക്കിത് മതി. ഓക്കെ. പിന്നൊരു കാര്യം, ഈ സ്കിറ്റിന്റെ കാര്യം ആരോടും പറഞ്ഞേക്കരുത്. എല്ലാവരും സത്യം ചെയ്. ഇനി നമുക്ക് കഥാപാത്രങ്ങൾ തീരുമാനിക്കാം. എന്താടി അവിടെ നടക്കുന്നേ? ആർക്കറിയാം. എന്തായാലും എന്തോ കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ PT പീരീഡ് ഇവരെ കളിക്കാൻ ഇറങ്ങാതിരിക്കുവോ? നമുക്ക് നോക്കാം. ഇവരെങ്ങോട്ടേ ഓടുന്നേ? പോയി നോക്കിയാലോ? ഓ, എന്തിനാ, നമുക്ക് വേഗം കഴിച്ചിട്ട് ടീച്ചറിന്റെ അടുത്ത് പോയി പേര് കൊടുക്കാം. ശരിയാ. നിങ്ങൾ തീരുമാനിച്ചോ എന്താ ചെയ്യുന്നേന്ന്? ഞങ്ങൾ സ്കിറ്റ് ചെയ്യാം ടീച്ചർ. രാജിയും വനജയും വന്ന് സ്കിറ്റിന് പേര് തന്നിട്ടുണ്ട്. അല്ല ടീച്ചറെ, ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോ അതാ അവർ കുറച്ചു നേരം കൊണ്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്നേ. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. നമ്മൾ ഇനി എന്താ പ്രോഗ്രാം അവതരിപ്പിക്കുന്നേ? നമുക്ക് ഡാൻസ് കളിച്ചാലോ? ശരിയാ, അപ്പൊ നേരത്തെ കഴിയുമല്ലോ. സ്കിറ്റ് ഒക്കെ ലാസ്റ്റ് അല്ലേ? ഓക്കെ. നമുക്ക് പോയി ബാക്കി പരിപാടികൾ കാണാം. അതെ, വാ. കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്, ഈ പരിപാടിയോടുകൂടി നമ്മുടെ ആനിവേഴ്സറി പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്കിറ്റാ. നമ്മുടെ കോമളപുരം UP സ്കൂളിന്റെ 65ാമത് ആനിവേഴ്സറിയുടെ അവസാന പരിപാടിയായി 7 ബിക്കാരുടെ നാടകം. അവരുടെ സ്കിറ്റ് അല്ലേ? അയ്യോ, അതെന്ത് പറ്റി? വനജേ, നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നില്ലേ? ഇല്ലടി, സമയമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എടി. എടി, അവരോട് കളിക്കണ്ടെന്ന് പറഞ്ഞു, സമയമില്ലെന്ന്. അങ്ങനെ തന്നെ വേണം. അതെ, നമ്മളെ ഓവർടേക്ക് ചെയ്ത് ചെയ്യാൻ പോയതല്ലേ. രാജിയുടെ അല്ലേ പ്ലാൻ? പാവം വനജ. ഭാഗ്യം നമ്മുടെ കൂടെ ആടി. നമ്മൾ സ്കിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ നിൽക്കത്തില്ലായിരുന്നോ? അതും ശരിയാ. Oh no! Hey!